ടി ജി നമസ്കാരം. ഈ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കേരളത്തെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാണ്. അതിനിടയിൽ കേരള ബജറ്റിൻ്റെ പരിമിതികളും മോഹന വാഗ്ദാനങ്ങളും അതാര് നടപ്പാക്കും എന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോയി. ഇപ്പോൾ കേന്ദ്രം അവഗണിച്ചു എന്നുള്ളതാണ് ആരോപണം. അത് ആരോപണമായിട്ട് പ്രതിപക്ഷം, കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDF ഉം UDF ഉം അത് വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ വന്ന ഗൗരവമായ ഒരു കമൻറ്റ് കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ വന്നു പോയല്ലോ. അപ്പോൾ ഈ ബജറ്റിലെ അവഗണന കൃത്യമായി കേരളം, ഇവരുടെ വാദപ്രകാരം കേരളത്തെ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് വെട്ടിമാറ്റിയിരിക്കുന്നു, അവരില്ല എന്നാണ്. ഈ കടലാമകളുടെ ഒരു ഇഷ്യൂ അല്ലാതെ മനുഷ്യൻ്റെ പ്രശ്നം പരിഗണിച്ചില്ല, ആവശ്യങ്ങളൊന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല എന്നാണ്. ഇതിൽ ഒരു ഗൗരവമുള്ള ഒരു ആലോചനാ വിഷയം, കേന്ദ്ര ഗവൺമെൻറ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു ആരോപണവും ഗൗരവമായിട്ട് വരുന്നുണ്ട്. രാഷ്ട്രീയമാണ്. ടി ജി ഇതിനെ മൊത്തം ബജറ്റിലെ ഈ അവഗണന എന്ന ആരോപണത്തെ തൊട്ട് BJP കേരളത്തോട് കാണിക്കുന്ന പ്രതീക്ഷ എന്താണ്? ഒന്ന് സംസാരിച്ചാൽ നന്നായി. സാറേ, 1952 നമ്മളുടെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണ്. തെരഞ്ഞെടുത്ത MP മാർ പ്രധാനമന്ത്രിയൊക്കെ നിലവിൽ വരുന്നത് 1952. അതിനു മുമ്പും പ്രധാനമന്ത്രിയും കാര്യമൊക്കെയാണ്. ബട്ട് പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1952. പൊതു ബജറ്റും അവതരിപ്പിക്കപ്പെടുന്നത് 1952. മൊറാർജി ദേശായാണ് ഫൈനാൻസ് മിനിസ്റ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. അതും ജോൺ മത്തായി രാജിവെക്കുകയോ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി. ആളാരുമായിക്കോട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ സാറ് നോക്കിക്കോ, ഏതെങ്കിലും ബജറ്റിനെ എപ്പോഴെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ആവശ്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടില്ല. ഭരണപക്ഷത്തുള്ളവർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. ഭരണപക്ഷത്തുള്ള എല്ലാവരും തന്നെ ഇതൊന്നാം തരം ബജറ്റാണെന്ന് പറയുകയും പ്രതിപക്ഷത്തുള്ളവർ ഒന്നടങ്കം മഹാപോക്കാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് ബജറ്റ്. ഒരു ജനാധിപത്യ വഴിപാട് അല്ലേ? എന്തൊരു രീതിയാണ്. വസ്തുനിഷ്ഠമല്ല രണ്ടു കൂട്ടരുടെയും. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഈ ബജറ്റ് അവതരണം ഇന്നലെ ഞാൻ കുറച്ച് നേരം കണ്ടു. നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നു. അതിനിടയ്ക്ക് നരേന്ദ്രമോദി അടക്കമുള്ളവർ ഡെസ്കിൽ അടിക്കുന്നു. കൊള്ളാം, ഒന്നാം തരം കാര്യം. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുകയും നമ്മൾ മേശപ്പുറത്ത് അടിക്കുകയും ചെയ്യും. മോദിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താണ് നിർമ്മലാ സീതാരാമൻ പറയാൻ പോകുന്നതെന്ന് മോദിക്കറിയാം. അതെ, മോദി ഉൾപ്പെടെ ആലോചിച്ചാണല്ലോ തയ്യാറാക്കുക. ആണല്ലോ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർ രഹസ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യും. പണ്ടൊക്കെ ബജറ്റ് രഹസ്യമായിരുന്നു. ഇപ്പോൾ രഹസ്യം എന്താ? ഒരു രഹസ്യവും ഇല്ല. നമ്മളെ മണ്ടത്തരത്തിൻ്റെ വലിയൊരു ശൃംഖലയാണ് നമ്മളെ. പണ്ട് സാർ ഓർക്കുന്നുണ്ടോ, ഫെബ്രുവരി 29 വൈകുന്നേരം 5 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്, കേന്ദ്ര ബജറ്റ്. എന്നിട്ട് അതിങ്ങനെ രാത്രിയിലേക്ക് അങ്ങ് പോകും. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തതാണ്. അത് ശരി. നമ്മളുടെ വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിൽ രാവിലെ 10 മണിയാണ്. അപ്പോൾ സായിപ്പ് എണീറ്റ് കുളിച്ച്, അല്ലെങ്കിൽ കുളിക്കാതെ, സായിപ്പ് വല്ലപ്പോഴും അല്ലേ കുളിക്കാറുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് TV-ക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ വേണം ഇവിടെ ബജറ്റ് അവതരിപ്പിക്കാൻ. സായിപ്പ് പോയി കഴിഞ്ഞ് നമ്മളത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പണ്ട് സായിപ്പിൻ്റെ ഭരണത്തിൽ അവിടെ ഇരിക്കുന്ന തമ്പുരാൻ, രാജാവ്, രാജ്ഞി ഇവരൊക്കെ എണീറ്റ് വരുമ്പോൾ വേണം ബജറ്റ് അവതരിപ്പിക്കാൻ. അതുകൊണ്ട് ആ സമയം വെച്ചു. ഇവരുടെ ഭരണം പോയി കഴിഞ്ഞിട്ട് അവർക്കൊരു കാര്യമില്ല. ഇന്ത്യയിൽ എന്ത് ബജറ്റ് അവതരിപ്പിക്കുന്നു അവർക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ മെക്കാനിക്കലി ഈ 5 മണി ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് രാവിലെ 11 മണിയാക്കി, അത് മാർച്ച് 1 പണ്ടൊക്കെ ഇതിലൊരു രഹസ്യം ഉണ്ടായിരുന്നു. കാരണം ടാക്സ് അനൗൺസ് ചെയ്യുന്നത് ബജറ്റിലാണ്. അപ്പോൾ പൂഴ്ത്തിവെപ്പ് അത് ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏപ്രിൽ 1 മുതൽ 5% ടാക്സ് ഉള്ളതിന് 10% ടാക്സ് ആകും. അപ്പോൾ അതുകൊണ്ട് ബജറ്റ് പരമരഹസ്യമായിരിക്കണം. ബട്ട് സ്റ്റിൽ സാർ ആലോചിച്ച് നോക്ക്, ഫെബ്രുവരി 29 ബജറ്റ് വായിക്കുന്നു, ഏപ്രിൽ 1 മുതലാണ് പുതിയ ടാക്സ് വരുന്നത്. ഇതിനിടയ്ക്ക് പൂഴ്ത്തിവെക്കരുതോ? ഞാനിത്
നോട്ട് സിമ്പിൾ തിങ്. ഞാൻ ലക്ഷ്മി ചന്ദ് ജെയിനോട് ചോദിച്ചു, LC ജെയിൻ. ആ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ മെമ്പറായിരുന്നു അന്ന് TV അനാലിസിസിലൊക്കെ വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ ഫേമസ് ഒരു ജെയിനുണ്ട്, ഇപ്പോൾ സർവീസിലുണ്ട്. ലക്ഷ്മി ചന്ദ് ജെയിനോട് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, മൈ ഡിയർ ബോയ് ആയിരുന്നു. ഞാൻ കൊച്ചു പയ്യനാണ് അദ്ദേഹത്തിന് മുമ്പിൽ കേട്ടോ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഐ വാസ് അറൗണ്ട് 33, 34 ആൻഡ് ഹി വാസ് അറൗണ്ട് 83, 84. അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം. ബട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്നു. ആരും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. കാരണം ഈ വലിയ ബുദ്ധിജീവികളെ ജനങ്ങൾ തിരിച്ചറിയില്ല. അവർക്ക് പൊതുജനവുമായിട്ട് കോണ്ടാക്ട് ഇല്ല. പക്ഷേ എനിക്കറിയാം LC ജെയിൻ ഇതാണ് ഇടതുപക്ഷമാണ്, അറിയപ്പെടുന്ന ഇടതുപക്ഷക്കാരനാണ് ലക്ഷ്മി ചന്ദ് ജെയിൻ. അപ്പം ഞാൻ പക്ഷേ എനിക്ക് വിവരമുള്ള മനുഷ്യനാണ്, കാഴ്ചപ്പാട് എന്തുമായിക്കോട്ടെ, ബട്ട് ഇൻഫർമേഷൻ കയ്യിലുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരർത്ഥവുമില്ല, ഈ വൈകുന്നേരം 5 മണിക്ക് യാതൊരർത്ഥവുമില്ല. ഞാൻ പറഞ്ഞു സാർ അത് പോട്ടെ, 2026-27 ബജറ്റ്, 2023-24 സാമ്പത്തിക വർഷം ഇതെന്താ സാറേ? 2010-11 ഒന്ന് ഈ 10 എന്ന് പറയാം, അല്ലേ 11? വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. വർഷം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഗ്രിഗോറിയൻ കലണ്ടർ തുടങ്ങുന്നത് ജാനുവരി 1-ാം തീയതി. എന്നിട്ട് ഈ ബജറ്റ് മാത്രം കൊണ്ടുപോയിട്ട് ഏപ്രിൽ 1-ാം തീയതി ചെലുത്തുന്നത് എന്താ? ഈ സാമ്പത്തിക വർഷം എന്ന് പറയുന്ന ഒരു സംഗതി എങ്ങനെ ഉണ്ടായത്? അത് ബിക്കോസ് ദേ വാണ്ട് ദെയർ ഹോളിഡേ. ബ്രിട്ടീഷുകാർക്ക് അവർ അവധിയിൽ പോകും, നമ്മളുടെ വേനൽ അവധി. വാസ്തവത്തിൽ എന്താ, ബ്രിട്ടീഷുകാർക്ക് ചൂട് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അവർ ഇംഗ്ലണ്ടിൽ പോകണം. അപ്പോൾ ഇവിടെ അവധി, സ്കൂളുകൾക്ക് അവധി, കോടതിക്ക് അവധി, എല്ലാത്തിനും അവധി. നമ്മളത് വേനലവധി എന്ന് പറഞ്ഞ് മാറ്റിയത്. വാസ്തവത്തിൽ സായിപ്പ് അവധിയാണിത്. ശരിയാണ്. ഈ എവറിത്തിങ് യു ആർ ഡിപ്പെൻഡൻ്റ് ഓൺ സായിപ്പ്, ഈവൻ ടുഡേ. എന്നിട്ട് അവരുടെ അതേ ഇപ്പോൾ ബജറ്റിൽ ടാക്സ് ഒന്നും ആരും പ്രഖ്യാപിക്കുന്നില്ല. കാരണം ടാക്സ് കംപ്ലീറ്റ് ഇതായിട്ട് മാറി, മറ്റേ GST കൗൺസിലാക്കി. ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? പെട്രോള്, ഡീസൽ, ഇതിൻ്റെയൊക്കെ ടാക്സ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടാൻ തുടങ്ങി, ബജറ്റിൽ അല്ലാതെ തന്നെ. അത് കൂട്ടാൻ തുടങ്ങി. പ്രതിപക്ഷം കുറച്ച് ബഹളമൊക്കെ വെച്ചു. പക്ഷേ പ്രതിപക്ഷം നോക്കിയപ്പോൾ അത് നല്ല പരിപാടിയാണ്. കാരണം നമ്മളതൊന്നും നമുക്ക് ചെയ്യാമല്ലോ, നമ്മൾ ഭരിക്കുന്നിടത്ത് നമുക്കും ചെയ്യാം. ഇങ്ങനെ ഇപ്പോഴും GSTക്ക് പുറത്താണ് പെട്രോളും ഡീസലും. GSTക്ക് അകത്താക്കി കഴിഞ്ഞാൽ മാക്സിമം 28%. ഇപ്പോൾ 28 18 മറ്റോ ആണ്. 18 കൂടുതൽ നിങ്ങൾക്ക് ടാക്സ് അടിക്കാൻ പറ്റില്ല. പക്ഷേ 18 കൂടുതൽ ടാക്സ് നിർമ്മല സീതാരാമനും അടിക്കണം, KN ബാലഗോപാലിനും അടിക്കണം. അതുകൊണ്ട് ഈ സാധനം പുറത്ത് നിർത്തി. GSTക്ക് പുറത്ത്. ഇപ്പം പെട്രോൾ വില കൂട്ടി, കേന്ദ്രം കൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല സീതാരാമൻ കൂളായിട്ട് ചോദിക്കുന്നത്, ബാലഗോപാൽ ഇതങ്ങ് GSTയിലേക്ക് കയറ്റിക്കോട്ടെ, സമ്മതമാണോ? അല്ല മാഡം ഞാൻ എന്ന് വെച്ചാൽ നമുക്കത് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞ് ബാലഗോപാൽ മാറും. അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്. നിർമ്മല സീതാരാമന് കാശ് വേണം, ബാലഗോപാലിന് കാശ് വേണം. ബജറ്റ് പൊതുവെ ആൾക്കാർ ധരിക്കുന്ന പോലെ നമുക്ക് 29 സംസ്ഥാനങ്ങളുണ്ട്, 10 ലക്ഷം കോടി രൂപയുണ്ട്. 10 ലക്ഷം ഡിവൈഡഡ് ബൈ 29, ഈ കാശങ്ങും വീതം ഇങ്ങനെ ചെയ്യുന്ന ഏർപ്പാടല്ല ബജറ്റ്. അതിൽ കേരളത്തിന് കിട്ടിയില്ല, മറ്റേ ഗുജറാത്തിന് എന്ത് കിട്ടിയെന്നാണ് സാർ വിചാരിക്കുന്നത്? ഒന്നും കിട്ടിയില്ല, അതാരും പറയുന്നില്ല. ഈ സംഭവം ആഗ്ര ടു ഹൈദരാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി വരുന്നു. ആഗ്ര ഉത്തർപ്രദേശിലാണ്, ഹൈദരാബാദ് തെലങ്കാനയിലാണ്. ഇത് തെലങ്കാനയ്ക്കുള്ള പ്രോജക്റ്റാണോ ഉത്തർപ്രദേശിനുള്ള പ്രോജക്റ്റാണോ ഇടയ്ക്ക് വരുന്ന മധ്യപ്രദേശിനുള്ള പ്രോജക്റ്റാണോ? ആർക്കാണ്? എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. എനിക്കും സാറിനും ഉള്ളതാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഹൈദരാബാദിൽ നിന്ന് ഈ സാധനം വരാൻ പോകുന്നത് കന്യാകുമാരിക്കാണ്. അത് തമിഴ്നാട്ടിൽ കൂടെ പോകും, പാർട്ട് കേരളത്തിൽ കൂടെ വരും. ഇതെന്ത് എനിക്ക് മനസ്സിലാവും. ഒരിക്കലും ഭാരതത്തെ ഒന്നായിട്ട് കാണാൻ ഇവർക്ക് സാധ്യമല്ല. അഗ്രിഗേറ്റ് ഓഫ് ദ സ്റ്റേറ്റാണ് ഇന്ത്യ എന്ന് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് 5, തമിഴ്നാടിന് 6, ആന്ധ്രയ്ക്ക് 6.5 ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് 100 ആകും. അതാണ് ബജറ്റ്. അങ്ങനെ അല്ല. കേരളത്തിന് എയിംസ് തന്നില്ല. ഞാൻ സുരേഷ് ഗോപിയൊക്കെ എയിംസ് ആലപ്പുഴയ്ക്ക് വരണം. സാറേ, ഒരു എയിംസ് കേരളത്തിന് ആവശ്യമുണ്ടോ? കേരളത്തിൽ എത്ര ആശുപത്രികളുണ്ട്? അത് എഫിഷ്യൻ്റായിട്ട് നടത്തിയാൽ മതി. ഇനി ഒരു എയിംസ് വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? വെറുതെ പൊങ്ങച്ചടിക്കാൻ പോകുന്നതല്ലാതെ. വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു? കേരളം ആരോഗ്യത്തിൽ നമ്പർ 1 ആയത് പ്രൈവറ്റ് ആശുപത്രികൾ കൊണ്ടാണ്. ഒരു സിമ്പിൾ കാര്യം സാർ ആലോചിച്ച് നോക്കുക.
ആശുപത്രികളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങളുടെ ആരോഗ്യം നല്ലതാണെന്നാണോ ചീത്തയാണെന്നാണോ? അതെ അതെ. ദ മോർ ഹോസ്പിറ്റൽ മീൻസ് യു ആർ മോർ സിക്ക്. അതെ, കറക്റ്റ്. കേരളത്തിലെ എല്ലാവരും ചെണ്ട കഴിക്കുന്നു. നമുക്ക് 2 പേർക്ക് ഒരു ഡോക്ടർ വെച്ചുകൊണ്ട് കൊള്ളാം, ഒരാൾക്ക് ഒരു ഡോക്ടർ വെച്ചുണ്ടെങ്കിൽ ബെസ്റ്റാണ്. നമ്മൾ ആരോഗ്യത്തിൽ നമ്പർ 1. ഈ പറയുന്ന അഡ്വാൻസ് കൺട്രി ഇംഗ്ലണ്ടിൽ സാറ് നോക്ക്, ഇംഗ്ലണ്ടിൽ പോയി സാറ് തലവേദനയ്ക്ക് ഒരു ഡോക്ടറെ കാണാൻ സമ്മതിക്കില്ല അവർ. യു വിൽ നോട്ട് ഗെറ്റ് ആൻ അപ്പോയിൻമെൻറ്റ്. അവർ ഇമെയിൽ അയക്കും, ഒരു ഇബുപ്രൂഫെൻ മേടിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്, യു നീ ഡോണ്ട് കം ടു മീ. കാരണം അയാളെ കാണണമെങ്കിൽ 10,000 രൂപയാണ് കൺസൾട്ടിങ് ഫീ. മാത്രമല്ല മരുന്ന് കൊടുക്കില്ല അവർ. തലവേദന, തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മാറട്ടെ എന്ന് പറയും. നമ്മളുടെ പഴയ ആയുർവേദ സ്റ്റൈലിലേക്കാണ് അവർ പോകുന്നത്. ആയുർവേദ വൈദ്യന്മാരുണ്ടല്ല, ഒരു ചെറിയ കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെത്താനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നൊക്കെ പറഞ്ഞാൽ 2-3 ദിവസം അതിനൊക്കെ എടുത്താൽ തന്നെത്താനെ പൊട്ടി അത് സമാധാനമായിട്ട് പോകും. അതിന് പകരം അതിനെ സപ്രസ് ചെയ്യുന്ന മരുന്നൊക്കെ വെച്ച് ആ കൂടെ വഷളാക്കുന്ന സമ്പ്രദായമാണ് ഇംഗ്ലീഷ് സമ്പ്രദായം. ദേ അണ്ടർസ്റ്റാൻഡ് അവരുടെ ഡിഫക്റ്റ് എന്താണെന്ന് അവർക്കറിയാം. നമ്മൾ ഇപ്പോഴും അവർ 150 കൊല്ലം മുമ്പ് അവർ ഫോളോ ചെയ്തിരുന്ന പരിപാടി നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നു. ബജറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഭാരതത്തിനുള്ളതാണ്. കേരളത്തിൻ്റെ ബജറ്റ് എന്തുകൊണ്ടാണ് ആലപ്പുഴയ്ക്കൊന്നും കിട്ടിയില്ല എന്നാരും പറയാത്തത്? ഈ ലോജിക്ക് വെച്ച് അതും പറയണമല്ലോ. കണ്ണൂരിനൊന്നും കിട്ടിയില്ല, മലബാറിനെ അവഗണിച്ചു. ഇത് പറയാത്തത് എന്താ? കാരണം അപ്പോൾ കേരളം ഒരു യൂണിറ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭാരതം ഒന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. അത് നിർമ്മലാ സീതാരാമൻ്റെ പ്രോബ്ലം അല്ല, മലയാളികൾ ഇപ്പോൾ ഈ പറയുന്ന സോക്കോൾഡ് ബഹളം വയ്ക്കുന്ന ആൾക്കാരുടെ പ്രോബ്ലം. ഇവരുടെ ബഹളത്തിൻ്റെ പിന്നിലും തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലേ, അപ്പോൾ പിന്നെ ബഹളം വയ്ക്കാതിരിക്കാൻ പറ്റുമോ? അതെ അതെ. 10 ലക്ഷം കോടി രൂപ ഫ്രീ ആയിട്ട് നോൺ റിട്ടേണബിൾ ഗ്രാൻഡായിട്ട് നിർമ്മലാ സീതാരാമൻ ബാലഗോപാലിന് കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അപ്പോഴെങ്കിലും ബജറ്റ് നല്ലതാണെന്ന് ഇവർ പറയും? ഒരിക്കലും പറയില്ല. പറയുന്ന രീതിയില്ല നമുക്ക്. തെരഞ്ഞെടുപ്പാണ്. അല്ല, ഓഫ് കോഴ്സ് ടി ജി പറഞ്ഞ പോലെ ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ഈ ക്യാമ്പയിനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നിലനിൽക്കുന്ന രീതിയിലാണല്ലോ ക്യാമ്പയിനുകളൊക്കെ വരിക. കടുത്ത കേന്ദ്രവിരുദ്ധ പ്രചാരണമാണ് ഇപ്പോൾ ഈ ബജറ്റിന് മുന്നത്ത് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJPക്ക് പ്രതീക്ഷ ഒരു നല്ല പ്രതീക്ഷ ഉണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. BJP they have to study themselves. അവർ കൗണ്ടർ പോയിന്റുമായിട്ട് വരണം. ഇറ്റ്സ് I was disappointed. They are my friends, I don't say this. ഈ പൊളിറ്റിക്കൽ ചർച്ചയ്ക്ക് വരുന്ന അതേ ആൾക്കാരാണ് BJPയിൽ നിന്ന് ബജറ്റ് ചർച്ചയ്ക്ക് വരുന്നത്. ഓബ്വിയസ്ലി വി നോ, എവരിബഡി നോ, ഐ നോ, യു നോ, എവരിബഡി നോ, ഇയാൾക്ക് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോളജ് ഇല്ല. അത് തെറ്റൊന്നുമല്ല. ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചോളം അയാൾ എല്ലാം അറിഞ്ഞിരിക്കണമെന്നുണ്ടോ? ഇല്ല. അത് അറിയാവുന്നവരെ വിടണ്ടേ TV ചർച്ചയിൽ? ഇയാളെ ഫിറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് അയക്കാവും. നോ. ഈ ഓർഡിനറി പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകൾ, ആ SDP-യുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചയുണ്ട്. ഇതുപോലെ ബഹളം വയ്ക്കുന്ന ആളുകളാണ് ബജറ്റിനെ പറ്റി സംസാരിക്കാനും വരുന്നത്. ചോദിക്കാനിരിക്കുന്ന ആളും അതുപോലെയൊക്കെ തന്നെ, അവർക്കും വിവരമില്ല, ആങ്കർക്ക് ഒട്ടും വിവരമില്ല, ഇപ്പുറത്തിരിക്കുന്ന BJP-ക്കാരും വിവരം. BJPക്ക് അപ്പോൾ ഈ ബജറ്റ് ചർച്ചയ്ക്ക് BJP-യുടെ പ്രശ്നം യു ഹാവ് ടു ക്രിയേറ്റ് എ നറേറ്റീവ്. അക്കാര്യത്തിൽ അവർക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് ബജറ്റിൽ എന്ത് സംഭവിച്ചു എന്നാണ്. നിങ്ങൾ ചോദിക്കുന്ന കാശെടുത്ത് തരാൻ പറ്റുമോ ബജറ്റിൽ? നിങ്ങൾ ഇപ്പോൾ ഇവർ പറയുന്നത് 29 ഐറ്റം ചോദിച്ചു എന്ന്. എപ്പോൾ ചോദിച്ചു? എവിടെ ആ കത്തിൻ്റെ കോപ്പി എന്ന് കാണട്ടെ. എന്നാണ് നിങ്ങൾ ചോദിച്ചത്? ആ ചോദ്യം റീസണബിളാണ്. ആർക്ക് വേണമെങ്കിലും ധനമന്ത്രിക്ക് ഒരു കത്ത് അയക്കാം, എനിക്ക് 50,000 കോടി രൂപ വേണമെന്ന്. ദാറ്റ് ഡസൻറ്റ് മേക്ക് എ ക്ലെയിം. ഇവർ സുപ്രീം കോടതിയിൽ പോയിരുന്നു, കേരളത്തിന് കാശ് കിട്ടുന്നില്ല കഴിഞ്ഞ വർഷം. സാറിന് ഓർമ്മയുണ്ട്? എങ്ങനെയായി അവസാനിച്ച കേസ്? 10 പൈസ കൊടുക്കാനില്ല. സുപ്രീം കോടതി കേന്ദ്രത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ഈ കണക്കൊന്ന് പരിശോധിച്ച് അവർക്ക് എത്ര കൊടുക്കണം. അപ്പോൾ കേന്ദ്രം പറഞ്ഞു, ഒരു കാര്യം, കേരളത്തിൻ്റെ മാത്രം പരിശോധിച്ചാൽ പോരാ, എല്ലാ സംസ്ഥാനങ്ങളിലെയും പരിശോധിച്ചിട്ട് ആ ഫോർമുല ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സുപ്രീം കോടതി അതൊന്നും പറ്റും. പിന്നെന്താ വേണം? ഫൈനലി സുപ്രീം കോടതി കേന്ദ്രത്തോട് പറഞ്ഞു, എന്തെങ്കിലും കൊടുക്കുക. സാർ എന്ത് കൊടുക്കാൻ? 1800 കോടി ഇപ്പം തന്നെ കൂടുതൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, എഗ്രീഡ്. കേരളത്തോട് പറഞ്ഞു, സി യു ഹാവ് ടേക്കൺ 1800 crores more than what you deserve. But still we request center to give some more thing and settle it.
നിങ്ങളൊരു കാര്യം ചെയ്യും, തമ്മിൽ ചർച്ച ചെയ്യും, അതിന് ഞങ്ങൾ തയ്യാറാണ്. Yes. കേരളവും തയ്യാറാണ്, കേന്ദ്രവും തയ്യാറാണ്. തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കേസ് ക്ലോസ് ചെയ്തു. സാർ, തമ്മിൽ ചർച്ച നേരത്തെ ആകായിരുന്നില്ല, എന്തിനു സുപ്രീം കോടതി പോയാൽ? ഈ വക്കീലന്മാർക്ക് കോടികൾ കൊടുത്തത് എന്തിനാണ്? അതാണ് കേന്ദ്ര സർക്കാർ ഒരു ചുക്കുമില്ല, അവരുടെ സ്ഥിരം വക്കീൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ അവിടെയുണ്ട്, അറ്റോർണി ജനറൽ, സോളിസിറ്റർ ജനറലൊക്കെ. കേരളം സ്വന്തം വക്കീലുണ്ട്, അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. ഓരോ കേസിനും പിണറായി വിജയൻ കപിൽ സിബൽ മറ്റവരെയൊക്കെ ഇറക്കും. എന്നിട്ട് ഈ തർക്കം നടത്തിയിട്ട് അവസാനം പറയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാം. ദെൻ വൈ ഡിഡ് യു ഗോ ടു സുപ്രീം കോർട്ട്? ഈ ഒറ്റ ഇൻസിഡൻറ്റ് ഷോസ് ദാറ്റ് യുവർ ആർഗ്യുമെൻറ്റ് ഹാസ് നോ മെറിറ്റ്സ്. സുപ്രീം കോർട്ട് ഇതിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ട് ഫൈനലി 10 പൈസ കിട്ടാനില്ല, ബട്ട് ഞങ്ങൾ കേന്ദ്രത്തോട് പറയുന്നത് എന്തെങ്കിലും കൊടുക്കുക. ഇങ്ങനെയാണ് ആ കേസ് തീരുന്നത്. TG പറഞ്ഞു വരുന്ന മട്ടിൽ ഇതിൻ്റെ സ്ട്രോങ് ആയിട്ടും ക്ലിയർ ആയിട്ടും ഇത് ഡിഫെൻഡ് ചെയ്യാൻ സ്ട്രാറ്റജിക്കലി അല്ലെങ്കിൽ ക്യാമ്പയിൻ എന്ന നിലയിൽ BJPക്ക് കേരളത്തിൽ പറ്റുന്നില്ല എന്നത് അവരുടെ ഒരു വലിയ പരിമിതിയാണോ എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും. പിന്നെ ബജറ്റ് പോലുള്ള സംഗതികൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് പോലും സാമ്പത്തിക വിദഗ്ധരുണ്ട്. ചാനലുകളിൽ ഞാൻ കാണുന്നതാണ്, പല സ്ത്രീകൾ ഉൾപ്പെടെ പലരും. ഈ ഓഫ് കോഴ്സ് ഇടതുപക്ഷത്തിനും ഉണ്ട്. അക്കാര്യത്തിലും BJP ഒരു ഫെയിലിയർ ആണോ? ഇപ്പോഴും അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ലേ? ഐ ഡോണ്ട് നോ, മേ ബി അവരുടെ ശ്രദ്ധ അതിൽ പതിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. BJPയെ വളരെ ഭംഗിയായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സാമ്പത്തിക വിദഗ്ധന്മാരെ എനിക്കറിയാം. അവരോട് ഫോണിൽ ചോദിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും പോയിന്റ്സ് കളക്ട് ചെയ്യുന്നത്. ബട്ട് സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാറില്ല, ചോദ്യങ്ങൾക്ക് മറുപടി. എനിക്ക് ബേസിക്കലി ഗ്രിപ്പില്ലാത്ത ഒരു ഏരിയയാണ്. സോ ഐ ഡോണ്ട് സ്പീക്ക്. പക്ഷേ വലിയ ബഹളം നടക്കുമ്പോൾ ഞാൻ സൂത്രത്തിന് ഇവരെ ഫോൺ ചെയ്ത് ചോദിക്കും എന്താ ഇതിൻ്റെ സത്യാവസ്ഥ. അവർ പറയുകയും ചെയ്യും. ബട്ട് സംഹൗ BJP ഹാസ് ഫെയിൽഡ് ടു യൂട്ടിലൈസ് ദെയർ സർവീസസ്. അവരിലേക്ക് BJP ഇപ്പോഴും എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എത്തിയിട്ടൊക്കെ ഉണ്ട്. വല്ലപ്പോഴുമൊക്കെ അവർ വരാറുണ്ട്, വരാറൊക്കെ ഉണ്ട്. ബട്ട് അതൊരു പ്രാക്ടീസായിട്ട് ഒരു ഡിഫൻസ് മാറ്റർ വരുമ്പോൾ ഡിഫൻസിലെ ആൾക്കാർ വേണം സംസാരിക്കാൻ. ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് വേണം സംസാരിക്കാൻ. യു ഹാവ് ഇനഫ് പ്രോ BJP ഡോക്ടേഴ്സ് ഇൻ കേരള. യു ഹാവ് ഇനഫ് പ്രോ BJP എക്കണോമിക്സ് ഇൻ കേരള. സത്യത്തിൽ അവരെ സഹായിക്കാൻ സ്വമേധയാ തയ്യാറായ ഒരുപാട് റിസോഴ്സ് ഉണ്ട് എല്ലാ മേഖലയിലും, അല്ലേ? ഒരുപാട് പേര്. ഹൈക്കോടതിയിലെ കേസ് വന്നു കഴിയുമ്പോൾ ഹൈക്കോടതിയിലെ വക്കീലന്മാർ വേണ്ടേ സംസാരിക്കാൻ? തീർച്ചയായിട്ടും. സാർ പക്ഷേ കണ്ടിട്ടുണ്ടോ ഹൈക്കോടതിയിലെ വക്കീലന്മാർ BJPക്ക് വേണ്ടി വരുന്നത്? കാണാറില്ല. വരുന്നത് സ്ഥിരം മുഖങ്ങളാണ്. അതാണ് ഈ ഞാൻ അതുകൊണ്ട് ഈ വരുന്ന സ്ഥിരം മുഖങ്ങളൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അല്ല, അവരെ കൊണ്ട് അതേ പറ്റുമോ? അവരെ കുറച്ച് കാണുന്നതിൽ വലിയ സ്നേഹമുള്ളവർ, പ്രായം കുറഞ്ഞവർ, എനിക്ക് വാത്സല്യമുള്ള കുട്ടികൾ, ഇവരൊക്കെ വരുന്നുണ്ട്. ബട്ട് തിങ് ഈസ് ദേ ഫെയിൽ ടു ബ്രിങ് എ നരേറ്റീവ്. സാർ, ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇസ് എ വാർ ഓഫ് നരേറ്റീവ്സ് ആണ്. സാർ ഇപ്പോൾ കണ്ടിട്ടില്ലേ, തട്ടിട്ട് പ്രസംഗിക്കുന്ന ആളുകളെ കണ്ടു? ഇപ്പോൾ ഇല്ല. അതിൻ്റെ കാലം കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല. നരേറ്റീവ് വാറാണ് ത്രൂ സോഷ്യൽ മീഡിയ. കൂടുതൽ മെയിൻ സ്ട്രീം മീഡിയയും ഉണ്ട്. മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ പുറകോട്ട് തള്ളപ്പെടുന്നു. മെയിൻ സ്ട്രീം മീഡിയ ഇപ്പോൾ കൂടുതലും വാർത്ത എന്താ? കൊലപാതകം, ആത്മഹത്യ, കൊലപാതകം. ഇത് വെച്ചാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് സീരിയസ് വാർത്തകളില്ല. കഴിഞ്ഞ 15 ദിവസം മുമ്പ് UGCയുടെ ഒരു സർക്കുലറിനെ ചൊല്ലി വാൻ ബഹളം യൂണിവേഴ്സിറ്റികളിൽ നടക്കും. ഇവിടെ അറിഞ്ഞു പോലുമില്ല. അറിഞ്ഞതാണ്, പക്ഷേ അത് എടുക്കാൻ നിർവാഹമില്ല. കാരണം എടുത്താൽ അത് LDFനും UDFനും ദോഷമായിട്ട് വരും. സോ ദേ ഡ്രോപ്പ് ദ തിങ്. ബട്ട് സോഷ്യൽ മീഡിയ അത് ടേക്ക് ചെയ്തു. സോഷ്യൽ മീഡിയ ഈസ് ക്രിയേറ്റിംഗ് എ ബിഗ് നരേറ്റീവ്. ആ നരേറ്റീവിൽ നിങ്ങൾ ജയിച്ചാലേ നിങ്ങൾക്ക് ഗുണം പിടിക്കുമല്ല. നിങ്ങൾ സത്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടണമെന്നില്ല. സത്യമാണ് പറയുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും സത്യമേ പറയുള്ളൂ എന്നൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ. യെസ്. എന്തായാലും ബജറ്റിൻ്റെ വിഷയത്തിൽ TGയുടെ ഒരു നിരീക്ഷണം എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഞാൻ പറയട്ടെ സാർ, ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റ് ആണ് ബജറ്റ്. കാരണം രാജ്യത്തിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അത് ചിലവാക്കണമെങ്കിൽ കേരളത്തിന് അസംബ്ലിയുടെയും കേന്ദ്രത്തിന് പാർലമെൻറ്റിൻ്റെയും അനുവാദം ആവശ്യമാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ന മാതിരി ഞാൻ ചിലവാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്രൂവൽ വാങ്ങുക. ഇതാണ് ബജറ്റ് പാസ്സാക്കുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെൻ്റാണ്. കാശ് ചിലവാക്കാൻ ജനങ്ങളുടെ, നമ്മുടെയൊക്കെ കാശാണല്ലോ, അപ്പം നമ്മുടെ അനുവാദം വേണം.
ശരി നിർമ്മലാ സീതാരാമൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയും കണ്ടുമൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് ഈ ബജറ്റ് പാസ്സാക്കൽ. അത് ബാലഗോപാലാണെങ്കിലും നിർമ്മലാ സീതാരാമനാണെങ്കിലും അതിൽ കവിഞ്ഞുള്ള ഇമ്പോർട്ടൻസ് ഇതിലില്ല. ബജറ്റിൽ പറഞ്ഞ പോലെ അല്ല ഒരിക്കലും കാര്യങ്ങൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ധനവിനിയോഗ ബില്ലെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ, അവിടെ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം തകിടം മറിയും. ഈ ബജറ്റിൽ പറഞ്ഞ കശുവണ്ടി തൊഴിലാളികൾക്ക് 30 കോടി എന്ന് പറഞ്ഞാൽ 30 കോടിയും എടുത്തിട്ട് കള്ളിയത്ത് തൊഴിലാളിക്ക് കൊടുക്കും. വകമാറി ചെലവാക്കും. വകമാറി ചിലവാക്കുക, ഉന്തും തള്ളും നടക്കുക, അപ്രോപ്രിയേറ്റ് ചെയ്യുക, ബലമുള്ളവൻ പിടിച്ചെടുക്കുക, അല്ലാതെ പിണറായി വിജയനെ പേടിപ്പിക്കുക, ഇതൊക്കെ നടക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് കേന്ദ്രത്തിൽ നടക്കുന്നത്. അല്ല നിർമ്മലാ സീതാരാമന് ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചു അതുകൊണ്ട് വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ ഇതങ്ങ് നടപ്പാകും എന്ന് വിചാരിക്കരുത്. പലപ്പോഴും വകമാറ്റി ചിലവാക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ പെട്ടെന്നൊരു ദുരന്തമോ സംഗതിയോ വന്നു, അങ്ങോട്ടൊരു 10,000-4,000 കോടി രൂപ ചിലവാക്കേണ്ടി വരും. എവിടെ നിന്ന് എടുക്കും അത്? അപ്പോൾ അത് പറയും ഒരു കാര്യം ചെയ്യാം, നെൽകർഷകർക്ക് കൊടുക്കാൻ പറ്റില്ലേ, അടുത്ത് കൊടുക്കും. നെൽകർഷകൻ നെഞ്ചത്തടിക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടെ മുങ്ങിച്ചാകുന്നതിന് കൊടുക്കുക നെൽകർഷകന്. ഇതൊക്കെ ഇത് ബാലഗോപാലൻ ചെയ്യുന്നുണ്ട്, നിർമ്മലാ സീതാരാമൻ. തീർച്ചയായിട്ടും ടി ജി പറഞ്ഞു വരുമ്പോൾ ഈ ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സെൻസേഷന് അപ്പുറത്തേക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പഠനം. There is no sanctity of that document except it is a formality that you must get an approval for your expenditure which you are making out of consolidated funds of India. ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് അർഹിക്കുന്ന മാത്രം ഗൗരവത്തിൽ, ആവശ്യത്തിലേറെ ഗൗരവവും പ്രാധാന്യവും നമ്മുടെ സ്പേസും ന്യൂസ് ടൈമും സ്ക്രീൻ ടൈമും ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനെങ്കിലും നമ്മുടെ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ല. മാധ്യമങ്ങളാണെങ്കിൽ കിട്ടിയ അവസരം ഓരോരുത്തർ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഓരോ സംസ്ഥാനത്തും സെൻസേഷനാക്കി മാറ്റുന്നു. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം കേന്ദ്ര ബജറ്റിൻ്റെ പേരിൽ ഇത്ര വലിയ കോലാഹലം കേരളത്തിൽ നടക്കുമ്പോൾ കേന്ദ്രത്തെ ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യതപ്പെട്ട BJPയും അതിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ് ടി ജി പറഞ്ഞു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. They are not prepared for some reason. Yes. That is my observation. I may be wrong. ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ ഓക്കെ, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. ബട്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ, അവർ ഈ ഇതിൻ്റെ സാലിയൻ പോയിന്റ്സ് കൊണ്ടുവരാൻ അവർക്ക് കഴിയും. അവരാണത് പറയേണ്ടത്, മറ്റാരും പറഞ്ഞിട്ടും കാര്യമില്ല. അത് മാത്രമല്ല സാർ, ഈ റണ്ണിങ് കമൻട്രി ഓൺ എ ബജറ്റ് ഈസ് ഫൂളിഷ്. ബജറ്റ് വലിയൊരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഇതിൽ ഇല്ല. നിർമ്മലാ സീതാരാമൻ ബജറ്റ് വായിക്കുന്നേ ഉള്ളൂ. അവിടെ ഒരു വരി വായിക്കുമ്പോൾ ചർച്ച തുടങ്ങും. ഒരർത്ഥമില്ലാത്ത കാര്യമാണ്. ഇവർ BJPക്ക് ഒരു ഡിഫൻസ് ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതുമാണ്. കാരണം കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് അവരുടെ ഇല്ല. ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഡോക്യുമെൻ്റ് ഇല്ല, ഉത്തരം പറയാനിരിക്കുന്നതിൻ്റെ ഡോക്യുമെൻ്റ് ഇല്ല. അല്ല, എന്നാലും ടി ജി ഇപ്പോൾ ഈ ആദ്യം വിസ്തരിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിലുള്ള ബേസിക് നോഹ ഉണ്ടല്ലോ, ബജറ്റ് ഇന്നതാണ്, ഇത്രയേ ഉള്ളൂ, അത് ഒക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ ജനങ്ങൾക്ക് പകുതി. എനിക്ക് തോന്നുന്നു അതിൽ വലിയ ഫെയിലിയറാണ് BJP. പക്ഷേ അത് BJP ഇപ്പോഴും ഒരു സംസ്ഥാനത്തെ സമ്പൂർണ്ണമായി സ്വാധീനിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ ആവശ്യമായ സ്ട്രാറ്റജീസ്, അതിനാവശ്യമായ ക്യാമ്പയിനേഴ്സ്, അതിനാവശ്യമായ ഈ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ മെഷീനറി അതൊന്നും ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ടി ജി പോലെ ആൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടല്ലേ. എന്തായാലും നല്ലത്. അത് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ. എന്തായാലും ടി ജിയെ പോലുള്ള ഒരാൾ തീർച്ചയായിട്ടും ഈ ആർക്കും വേണ്ടി അല്ലാതെ ദേശത്തിന് വേണ്ടി, ഒരു പക്ഷേ ഇപ്പോൾ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൾച്ചറിനും പൊളിറ്റിക്സിനും ഒക്കെ വേണ്ടി സ്വമേധയാ അർപ്പിച്ചിരിക്കുന്ന ഒരു ലൈഫ് എന്നുള്ളതിൽ ടി ജി പറയുന്നതിനെ മറ്റാരും പരിഗണിക്കുന്നതിനേക്കാളേറെ BJPയുടെ സംഘടനാ മിഷനറി അത് പരിഗണിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. തീർച്ചയായിട്ടും അവർ കാണും. അവരാവശ്യമായ നടപടികൾ അടുത്ത ബജറ്റിന് മുമ്പെങ്കിലും എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.